എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്കിന്ന് കിട്ടിയേക്കുന്ന നല്ലൊരു കടച്ചക്കയാണ്. അപ്പോൾ ഈ കടച്ചക്കയും കൊണ്ട് നല്ല ചിക്കൻ ചില്ലി പോലെ അതിലും നല്ല ടേസ്റ്റാക്കിയിട്ട് നമുക്ക് ഈ കടച്ചക്ക ഫ്രൈ ചെയ്തെടുക്കാം. ഒരു നല്ല അടിപൊളി ഐറ്റമാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പം ഇത് നന്നായിട്ട് ഞാൻ കാണിക്കുന്ന പോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. വലിയ പീസാക്കരുത്. ഈ മുറിച്ച് വെച്ച കടച്ചക്ക നമ്മൾ ചെറുതായിട്ടൊന്ന് വേവിക്കണം. വേവ് പാടില്ല. കുറച്ച് ഉപ്പിട്ടിട്ട് ഒന്ന് വേവിക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കുന്നത് വെച്ചാൽ നമ്മുടെ കോൺഫ്ലവർ ഒരു 3-4 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക. പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ ഒരു 2-3 ടീസ്പൂൺ ഇടുക. പിന്നെ ആവശ്യത്തിന് ഉപ്പിടുക. കുറച്ച് കുരുമുളക് പൊടി ഇടുക. എന്നിട്ട് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം ഈ ഒരു പാകത്തിന് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി ആ ഒരു കടച്ചക്കയില്ല, അതെടുത്ത് നമ്മൾ ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞത് വെന്ത് പോരുത്. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ഇത് കുഴഞ്ഞു പോകും. അപ്പം ഇത് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം അവിടെ വെക്കാം. ഇനി നമുക്കൊരു പാനിൽ എണ്ണ ചൂടാക്കിയിട്ട് ഇത് വറുത്തെടുക്കാം. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കാം. നല്ല മൊരിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്കിത് നല്ലോണം ഡ്രൈ ആയിട്ടുണ്ട്. കോരിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. കടച്ചക്കയൊക്കെ നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന സാധനമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്ക്. നമ്മുടെ ചിക്കൻ ചില്ലി തോറ്റു പോകും. അത്രയ്ക്കും ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാം. അപ്പം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല അടിപൊളി ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ കടച്ചക്ക ഫ്രൈ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.